ഹായ്. അപ്പോൾ ട്രേഡിംഗ് പഠിക്കുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു മെയിൻ കാര്യമാണ് മാർക്കറ്റ് ട്രെൻഡ് മനസ്സിലാക്കുക എന്നുള്ളത്. മാർക്കറ്റ് എപ്പോഴും ഒരു ഡയറക്ഷനിലായിരിക്കും പോകുന്നത്. ആ ഡയറക്ഷൻ ഏതാണെന്ന് കണ്ടുപിടിച്ചാൽ ട്രേഡിംഗ് വളരെ സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മാത്രമല്ല തെറ്റായ ട്രേഡ്സും നമുക്ക് ഒഴിവാക്കാനും സാധിക്കുന്നതാണ്. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മാർക്കറ്റ് ട്രെൻഡ്സിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. സോ മൈ നെയിം ഈസ് ആസിഫ് ആൻഡ് വെൽക്കം ടു ദ 4th എപ്പിസോഡ് ഓഫ് ഫോറക്സ് ഫ്രം സീറോ. മാർക്കറ്റിൽ മെയിനായിട്ട് 3 ടൈപ്പ് ഓഫ് ട്രെൻഡാണ് ഉള്ളത്: അപ് ട്രെൻഡ്, ഡൗൺ ട്രെൻഡ്, കൺസോൾട്ടേഷൻ. നമുക്കിത് മൂന്നും ഒന്ന് വിശദമായിട്ടൊന്ന് നോക്കാം. സോ ആദ്യത്തെ ട്രെൻഡാണ് അപ് ട്രെൻഡ്. അപ് ട്രെൻഡ് എന്ന് വെച്ചാൽ മാർക്കറ്റ് ബയേഴ്സിൻ്റെ കൺട്രോളായിരിക്കും ഉള്ളത്. മാർക്കറ്റ് ഒന്നിന് പുറമെ ഒന്നായിട്ട് മാർക്കറ്റിൻ്റെ പ്രൈസ് മുകളിലോട്ട് പുഷ് ചെയ്യുമായിരിക്കും ബയേഴ്സ്. അതെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു ഉദാഹരണം വെച്ച് പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു ആപ്പിളിൻ്റെ പ്രൈസ് $10 വെക്കുക. ഓക്കെ, ഒരു നിശ്ചിത ടൈമിൽ $10 ആണെങ്കിൽ അത് കുറച്ച് ടൈം കഴിയുമ്പോഴത്തേക്കും അതാണെങ്കിൽ $50 ആകും. അതിൻ്റെ ഫൈനൽ ടാർഗറ്റ് എന്ന് വെച്ചാൽ $50 ആണ്. ആ $50 ആകുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ ഒറ്റയടിക്ക് മാർക്കറ്റ് $10 നിന്ന് $50 ഇങ്ങനെ പെർപെൻഡിക്കുലർ ആയിട്ട് ഒരിക്കലും മാർക്കറ്റ് മൂവ് ചെയ്യൂല. മാർക്കറ്റ് മൂവ് ചെയ്യുക എന്ന് വെച്ചാൽ ആദ്യം ഒരു $10 നിന്ന് $20 വരെ പോയി. ഓക്കെ, $20 നിന്ന് തിരിച്ച് വീണ്ടും ഒരു പുൾ ബാക്ക് എടുക്കും, ഒരു $15 $16 എത്രയെങ്കിലും. അതിനുശേഷം വീണ്ടും മാർക്കറ്റ് അടുത്തൊരു പുഷ് ചെയ്യും. ആ പുഷിന് ശേഷം വീണ്ടും മാർക്കറ്റ് താഴോട്ട് വരും. അങ്ങനെ മൂവ് ചെയ്ത് താഴോട്ട് വന്ന് അതിനുശേഷമാണ് അങ്ങനെയാണ് ഫൈനൽ ടാർഗറ്റ് ആയിട്ടുള്ള $50 എത്തുക. ഇങ്ങനെയാണ് മാർക്കറ്റ് പൊതുവെ വർക്ക് ചെയ്യാറ്. സോ നമ്മൾ ഇത് നോക്കുകയാണെങ്കിൽ, ഒരു ട്രെൻഡ് ലൈൻ വരയ്ക്കുകയാണെങ്കിൽ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇതാണെങ്കിൽ ഓവർ ദ പീരീഡ് ഓഫ് ടൈം. ഓക്കെ, ഇതിപ്പോൾ മണിക്കൂറുകളായിരിക്കാം, അല്ലെങ്കിൽ ദിവസങ്ങളായിരിക്കാം, മിനിറ്റുകളായിരിക്കാം. നമ്മൾ ഏത് ടൈം ഫ്രെയിമാണ് എടുക്കുന്നത്, ആ ടൈം ഫ്രെയിമിൽ ഇങ്ങനെ ഒരു സ്ട്രക്ചർ കിട്ടുവാണെങ്കിൽ ഇത് അപ് ട്രെൻഡ് ആയിരിക്കും. ഓക്കെ, ഈ ഒരു ട്രെൻഡിന് പറയുന്ന പേരാണ് അപ് ട്രെൻഡ്. ഓക്കെ, നമ്മൾ ഇതിനകത്ത് എവിടെ വെച്ച് ട്രേഡ് എടുക്കുക എന്ന് വെച്ചാൽ, നമുക്കിപ്പോൾ മാർക്കറ്റ് ആണെങ്കിൽ അപ് ട്രെൻഡ് ആണെന്ന് മനസ്സിലായാൽ ഈ ഒരു ലോ ഉണ്ടാവുമല്ലോ, ഏതെങ്കിലും ഈ ലോസ് ഉണ്ടാവുമല്ലോ, ഈ ലോസിൻ്റെ ഇവിടെ വെച്ചിട്ട് നമുക്കാണെങ്കിൽ മുകളിലോട്ട് ട്രേഡ് എടുക്കാവുന്നതാണ്. ഓക്കെ, എങ്ങനെ നമ്മൾ ഏതെങ്കിലും ഒരു ലോ നമ്മളാണെങ്കിൽ ഐഡൻറ്റിഫൈ ചെയ്തതിന് ശേഷം ഈ ലോൻ്റെ അവിടെ വെച്ചിട്ട് നമുക്കാണെങ്കിൽ ട്രേഡ് എടുക്കാവുന്നതാണ്. സോ ഇതാണ് ട്രെൻഡ് കൊണ്ടുള്ള ഉപയോഗം. അപ്പോൾ ആദ്യത്തെ അപ് ട്രെൻഡ് എന്താണെന്ന് മനസ്സിലായില്ലേ? നമ്മൾ അപ് ട്രെൻഡിൽ പൊതുവെ ബൈ ട്രേഡ്സ് ആണ് എടുക്കുക. ഒരിക്കലും അപ് ട്രെൻഡിൽ നമ്മൾ സെൽ ട്രേഡ്സ് എടുക്കാൻ പാടുള്ളതല്ല. ഇനി രണ്ടാമത്തതാണ് ഡൗൺ ട്രെൻഡ്. ഡൗൺ ട്രെൻഡ് എന്ന് വെച്ചാൽ മാർക്കറ്റിൻ്റെ കൺട്രോൾ സെല്ലേഴ്സിൻ്റെ കയ്യിലായിരിക്കും. ഓക്കെ, മാർക്കറ്റ് സെല്ലേഴ്സിൻ്റെ കയ്യിലായിരിക്കും. കാരണം എന്ന് വെച്ചാൽ മാർക്കറ്റ് അവർ താഴോട്ട് പുഷ് ചെയ്യുമായിരിക്കും, പ്രൈസ് താഴോട്ട് പുഷ് ചെയ്യുമായിരിക്കും സെല്ലേഴ്സ്. ഒരു ഉദാഹരണം എടുത്താൽ, ഇപ്പോൾ ഒരു $50 സ്റ്റോക്ക് $10 വരെ പോകണമെങ്കിൽ ഒറ്റയടിക്ക് 50 നിന്ന് $10 പോവുക. മാർക്കറ്റ് അതിൻ്റേതായ സ്ട്രക്ചർ ഫോം ചെയ്ത് അതിന് അനുസരിച്ചിട്ടായിരിക്കും പോവുക. ഓക്കെ, നമ്മൾ നോക്കുകയാണെങ്കിൽ ആദ്യം ഒരു ലോവർ ഹൈ ഉണ്ടാക്കി, അതിനുശേഷം ഒരു ലോവർ ലോ ഉണ്ടാക്കി, അതിനുശേഷം ഒരു ലോവർ ഹൈ, ഒരു ലോവർ ഹൈ എന്ന് വെച്ചാൽ $50 നിന്ന് തുടങ്ങി ആദ്യം അത് $30 വരെ പോകും. 30 നിന്ന് അത് റീട്രേസ്മെൻറ്റ് എടുത്ത് $45 വരെ പോകും. ഓക്കെ, വീണ്ടും 45 നിന്ന് സെല്ലേഴ്സ് അധികമായതിനു ശേഷം സെല്ലേഴ്സ് സെല്ല് ചെയ്ത് തുടങ്ങുമ്പോഴത്തേക്കും വീണ്ടും അതൊരു $25 വരെ പോകും. വീണ്ടും അവിടെ നിന്നൊരു റീട്രേസ്മെൻറ്റ് വന്ന് വീണ്ടും സെല്ലേഴ്സ് അവിടെ നിന്ന് താഴോട്ട് പുഷ് ചെയ്യും. ഇവിടെ നമ്മൾ നോക്കിയാൽ ഓരോ ലോവർ ഹൈയും മറ്റൊരു ലോവർ ഹൈ ആണെങ്കിൽ ബ്രേക്ക് ചെയ്യുന്നില്ല. ഈ ഒരു ഹൈനെ ഈ ഹൈ ബ്രേക്ക് ചെയ്യുന്നില്ല, ഈ ഒരു ഹൈനെ ഈ ഹൈ ബ്രേക്ക് ചെയ്യുന്നില്ല. അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ മാർക്കറ്റ് ഒരു ഡൗൺ ട്രെൻഡിലാണ്. ഓക്കെ, നമ്മൾ ട്രെൻഡ് ലൈൻ വരച്ച് നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് ഒരു ഡൗൺ ട്രെൻഡിലാണെന്ന് നമുക്ക് മനസ്സിലാവും. അവസാനമായിട്ട് നമ്മളാണെങ്കിൽ $10 അപ്പോൾ നമ്മൾ ഇവിടെ എങ്ങനെ ട്രേഡ് എടുക്കുകയെന്ന് വെച്ചാൽ, മാർക്കറ്റ് താഴോട്ടല്ലേ മൂവ് ചെയ്യുന്നത്, തിരിച്ചുള്ള റീട്രേസ്മെൻറ്റ് ഏതാണെന്ന് നമ്മൾ മനസ്സിലാക്കി മുമ്പത്തെ ഏതെങ്കിലും ഡാറ്റയും ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ മനസ്സിലാക്കിയതിനു ശേഷം നമുക്കിങ്ങനെ ട്രേഡ് താഴോട്ട് എടുക്കാവുന്നതാണ്. എന്ന് വെച്ചാൽ സെൽ ട്രേഡ് എടുക്കാവുന്നതാണ്. നമ്മൾ ആദ്യത്തെ കുറച്ച് വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സെൽ ട്രേഡും ബൈ ട്രേഡും നമുക്ക് എടുക്കാൻ പറ്റും. മാർക്കറ്റ് താഴോട്ട് പോവുകയാണെങ്കിൽ നമ്മൾ സെൽ ട്രേഡ് എടുക്കും, മുകളിലോട്ട് പോവുകയാണെങ്കിൽ നമ്മൾ ബൈ ട്രേഡ് എടുക്കും. അപ്പോൾ ഡൗൺ ട്രെൻഡ് എന്താണെന്ന് മനസ്സിലായില്ലേ? ഓക്കെ, ഒരിക്കലും ഒരു ഡൗൺ ട്രെൻഡിൽ നമ്മൾ മുകളിലോട്ട് ബൈ ചെയ്യാൻ പാടില്ല. ഇനി മൂന്നാമത്തെ ഒരു ടൈപ്പ് ഓഫ് ട്രെൻഡാണ് കൺസോൾട്ടേഷൻ എന്ന് പറയുന്നത്. കൺസോൾട്ടേഷൻ എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് മുകളിലോട്ടോ താഴോട്ടോ പോകുന്നുണ്ടാവില്ല. എന്ന് വെച്ചാൽ അപ് ട്രെൻഡോ ഡൗൺ ട്രെൻഡോ ആയിരിക്കില്ല, ഇതൊരു റേഞ്ചിങ് മാർക്കറ്റ് ആയിരിക്കും. ഇതേ കൂട്ടത്തെ മാർക്കറ്റിൽ പ്രൈസ് മുകളിലും താഴോട്ടും പോകാതെ ഒരു റേഞ്ചിൽ തന്നെ കുടുങ്ങി കിടക്കുന്നതായിരിക്കും. റേഞ്ചിങ് മാർക്കറ്റ്സിൽ ഒരിക്കലും നമ്മളാണെങ്കിൽ മുകളിലോട്ടോ താഴോട്ടോ ബൈ അല്ലെങ്കിൽ സെൽ ട്രേഡ്സ് എടുക്കാൻ പാടുള്ളതല്ല. എങ്ങോട്ടെങ്കിലും
ഒരു ബ്രേക്ക് ഔട്ട് തന്നതിന് ശേഷം മാത്രം നമ്മളാണെങ്കിൽ ഇതേ കൂട്ടത്തെ സന്ദർഭങ്ങളിൽ ട്രേഡ് എടുക്കുക. നിങ്ങൾ സൂക്ഷിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ റേഞ്ചിങ് മാർക്കറ്റിൽ 90% നമ്മുടെ SL തിന്നുന്നതായിരിക്കും. എന്ന് വെച്ചാൽ നഷ്ടം വരാനുള്ള ചാൻസ് ആണ് 90% കൺസോൾട്ടേഷൻ മാർക്കറ്റിൽ ചാൻസ് ഉള്ളത്. സോ കൺസോൾട്ടേഷൻ മാർക്കറ്റ് എന്താണെന്ന് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ പല ടൈപ്പ് ഓഫ് ട്രെൻഡ് എന്താണെന്ന് മനസ്സിലാക്കി, തിയററ്റിക്കലി ആണ് നമ്മൾ മനസ്സിലാക്കിയത്. ഇനി നമുക്ക് പ്രാക്ടിക്കലി ചാർട്ടിൽ എങ്ങനെ ഇത് ഉപയോഗിക്കാം എന്ന് നോക്കാം. ആദ്യത്തെ നമ്മൾ അപ് ട്രെൻഡിൻ്റെ ഒരു എക്സാമ്പിളാണ് കാണിക്കുന്നത്. ഓക്കെ, മാർക്കറ്റ് ഇവിടെ നിന്നാണല്ലോ മൂവ് ചെയ്യുന്നത്. മൂവ് ചെയ്തതിന് ശേഷം ഈ ഹൈനെ ബ്രേക്ക് ചെയ്ത് അടുത്തൊരു ഹൈ വന്നു. അതിനുശേഷം മാർക്കറ്റ് മൂവ് ചെയ്ത് താഴോട്ട് വന്നു. വീണ്ടും മാർക്കറ്റ് മുകളിലോട്ട് പോയി, താഴോട്ട് വന്നു. വീണ്ടും അപ് ട്രെൻഡ് ഉണ്ടാക്കി താഴോട്ട് വന്നു. ഇങ്ങനെയാണ് മാർക്കറ്റ് മൂവ് ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് ഒരു അപ് ട്രെൻഡ്. വേറൊരു ഉദാഹരണം എടുക്കുകയാണെങ്കിൽ മാർക്കറ്റ് ഇതേ കൂട്ട് തന്നെ ഇവിടെ നിന്ന് വന്നു, താഴോട്ട് പോയി. അതിനുശേഷം വീണ്ടും മുകളിലോട്ട് പോയി, താഴോട്ട് വന്നു, മുകളിലോട്ട് പോയി, താഴോട്ട് വന്നു. ഇങ്ങനെയാണ് മാർക്കറ്റ് മൂവ് ചെയ്യുന്നത്. ഓക്കെ, ഇത് കണ്ടില്ലേ, ഗ്രാജുവലി മാർക്കറ്റ് ബൈയിങ്ങിലോട്ടാണ് മൂവ് ചെയ്യുന്നത്. ഇതേ കൂട്ടത്തെ സന്ദർഭങ്ങളിലാണ് നമ്മൾ ബൈ ട്രേഡ്സ് എടുക്കേണ്ടത്. ഇതേ കൂട്ട് ഒരു അപ് ട്രെൻഡിൽ ഒരിക്കലും നമ്മൾ താഴോട്ട് സെൽ ട്രേഡ് എടുക്കാൻ പാടില്ല. ട്രെൻഡ് ഇസ് യുവർ ഫ്രണ്ട് എന്ന് പറയുന്നത് ഇതാണ് കാരണം. ഇനി നമുക്ക് ഡൗൺ ട്രെൻഡ് എങ്ങനെ നമ്മുടെ ചാർട്ടിൽ എങ്ങനെ പ്രാക്ടിക്കലി ചെയ്യാമെന്നാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, നമ്മളാണെങ്കിൽ ഈ ഒരു ചാർട്ട് നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് ആദ്യം ഒരു ലോ ഉണ്ടാക്കി, അതിനുശേഷം ഒരു ലോവർ ഹൈ ഉണ്ടാക്കി, പിന്നെ വീണ്ടും ഒരു ലോവർ ലോ ഉണ്ടാക്കി, ലോവർ ഹൈ ഉണ്ടാക്കി, ലോവർ ലോ ഉണ്ടാക്കി, ലോവർ ഹൈ ഉണ്ടാക്കി, ലോവർ ലോ ഉണ്ടാക്കി, ലോവർ ഹൈ ഉണ്ടാക്കി. അങ്ങനെയാണല്ലോ മാർക്കറ്റ് മൂവ് ചെയ്യുന്നത്. കണ്ടില്ലേ, ഈ ഒരു രീതിയിലാണ് ലോവർ ഹൈ, ലോവർ ലോ, ലോവർ ഹൈ, ലോവർ ലോ. ഇങ്ങനെ മാർക്കറ്റ് പോകുമ്പോൾ നമ്മൾ നോക്കുക, ഇതെന്ന് വെച്ചാൽ ഒരു പീരീഡ് ഓഫ് ടൈമിൽ നടന്നതാണ്. ഓക്കെ, ഒരു പീരീഡ് ഓഫ് ടൈമിൽ എന്ന് വെച്ചാൽ ഒരു ദിവസം അല്ലെങ്കിൽ 2 ദിവസം കൊണ്ട് നടന്ന കാര്യങ്ങളായിരിക്കും. ഓക്കെ, നമ്മൾ ടോട്ടൽ അനാലിസിസ് നടത്തുമ്പോൾ മാർക്കറ്റ് താഴോട്ടാണ് മൂവ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ ഒരിക്കലും ബൈ ട്രേഡ് എടുക്കാൻ പാടില്ല. ഇവിടെ നമ്മൾ സെൽ ട്രേഡ്സ് മാത്രം എടുക്കുക. ഓക്കെ, അതായത് ഗോ വിത്ത് ദ ട്രെൻഡ്. ട്രെൻഡ് ഇസ് യുവർ ഫ്രണ്ട് എന്ന് പറയുന്ന ഒരു ലോജിക്ക് നമ്മൾ ഉപയോഗിച്ചാൽ മാത്രം മതി. ഇവിടെ നമുക്ക് ട്രെൻഡ് മനസ്സിലാക്കിയതിന് ശേഷം അനാവശ്യമായിട്ടുള്ള ട്രേഡ്സ് ഒഴിവാക്കാൻ സാധിക്കും. അതായത് ബൈയിങ് ട്രേഡ്സ് നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. ഇനി നമ്മൾ പഠിച്ച മൂന്നാമത്തെ മാർക്കറ്റാണ് കൺസോൾട്ടേഷൻ മാർക്കറ്റ്. ആ മാർക്കറ്റ് എന്ന് വെച്ചാൽ നമ്മൾ ചാർട്ടിൽ നോക്കുകയാണെങ്കിൽ ഈ ഒരു ഏരിയ കണ്ടില്ലേ, ഈ ഒരു ചാർട്ട് കണ്ടില്ലേ, മാർക്കറ്റ് ഒരു റേഞ്ചിൽ തന്നെ കിടന്ന് കളിക്കുകയാണ്. ഓക്കെ, മുമ്പ് അപ് ട്രെൻഡ് ആയിക്കോട്ടെ ഡൗൺ ട്രെൻഡ് ആയിക്കോട്ടെ, മാർക്കറ്റ് ഒരു റേഞ്ചിൽ തന്നെ ഇങ്ങനെ കിടന്ന് കളിക്കുകയാണ്. മുകളിലോട്ടും പോയിട്ടില്ല, താഴോട്ടും പോയിട്ടില്ല. അതിനുശേഷം എങ്ങോട്ടാണോ ബ്രേക്ക് ചെയ്തത് അതിനുശേഷമാണ് മാർക്കറ്റ് മൂവ് ചെയ്തേക്കുന്നത്. നമ്മൾ നോക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു ടൈം ഫ്രെയിമിൽ നമ്മളാണെങ്കിൽ ട്രേഡ് എൻട്രി ചെയ്യരുത്. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ SL അടിക്കാനുള്ള ചാൻസസ് ആർ വെരി ഹൈ. ഇതിപ്പോൾ ഞാനാണെങ്കിൽ പെട്ടെന്ന് നോക്കിയപ്പോൾ എനിക്ക് കിട്ടിയൊരു കൺസൾട്ടേഷനാണ്. ചില കൺസൾട്ടേഷൻ എന്ന് വെച്ചാൽ മാർക്കറ്റ് മുകളിലോട്ട് പോകും, താഴോട്ട് വരും, മുകളിലോട്ട് പോകും, താഴോട്ട് വരും. നമ്മുടെ SL അടിക്കാൻ വേണ്ടിയിട്ട് മാത്രമായിട്ടായിരിക്കും മാർക്കറ്റ് മൂവ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് ഒരിക്കലും നമ്മളാണെങ്കിൽ ട്രെൻഡ് കൺസൾട്ടേഷൻ ആണെങ്കിൽ നമ്മൾ ട്രേഡ് എടുക്കാൻ പാടില്ല. എന്ന് വെച്ചാൽ സൈഡ് വേസ് മാർക്കറ്റ് അല്ലെങ്കിൽ റേഞ്ചിങ് മാർക്കറ്റ് എന്ന് പറയും. വൺസ് ഈ റേഞ്ച് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഡയറക്ഷനിലോട്ട് ട്രേഡ് എടുക്കാവുന്നതാണ്. ട്രേഡിങ്ങിൽ എപ്പോഴും ഓർക്കേണ്ട ഒരു ഗോൾഡൻ റൂളാണ് ട്രെൻഡ് ഇസ് യുവർ ഫ്രണ്ട് എന്നുള്ളത്. അതായത് ഒരിക്കലും മാർക്കറ്റിനെതിരെ ഫൈറ്റ് ചെയ്യാൻ നിൽക്കരുത്. മാർക്കറ്റിൻ്റെ ഓവറോൾ ഡയറക്ഷൻ മുകളിലേക്കാണെങ്കിൽ എപ്പോഴും ഒരു ബയ്യർ ആവുക. ഇനി ഡയറക്ഷൻ താഴേക്കാണെങ്കിൽ ഒരു സെല്ലർ ആവുക. ഒഴുക്കിനെതിരെ നീന്താൻ ശ്രമിക്കുന്നത് കൊണ്ടാണ് മിക്ക പുതിയ ട്രേഡേഴ്സും മാർക്കറ്റിൽ നിന്ന് പൈസ നഷ്ടമാകുന്നത്. അതുകൊണ്ട് എപ്പോഴും ട്രെൻഡിൻ്റെ കൂടെ നിൽക്കുക. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പഠിച്ചത് എന്താണ് ട്രെൻഡ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ട്രെൻഡ്സ്, അതായത് അപ് ട്രെൻഡ്, ഡൗൺ ട്രെൻഡ്, കൺസോൾട്ടേഷൻ, ഇതൊക്കെ നമ്മൾ ആദ്യം തിയറിറ്റിക്കലി നോക്കി. അതിനുശേഷം മാർക്കറ്റിൽ എങ്ങനെ നമുക്ക് മാർക്ക് ചെയ്യാമെന്നും നമ്മൾ പഠിച്ചു. അതൊക്കെ വെച്ച് ട്രെൻഡ് ഉപയോഗിച്ച് എങ്ങനെ നമ്മൾ ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യാമെന്നും നോക്കിയായിരുന്നു. അതുകൊണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾക്ക് എന്ത് തന്നെ ചോദിക്കാനുണ്ടെങ്കിലും കമൻറ്റ് ചെയ്ത് ചോദിക്കാവുന്നതാണ്. ട്രേഡിംഗ് പഠിക്കാൻ ആഗ്രഹമുള്ള നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വരുന്നത് വരെ നന്ദി, നമസ്കാരം.